എല്ലാ സിനിമയും പോലെ തന്നെയാണ് വർഷങ്ങൾക്ക് ശേഷവും വന്നിട്ടുള്ളതും. അല്ലെങ്കിൽ പക്ഷേ ഇതിനൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ വിനീതിൻ്റെ ഒരു സ്റ്റോറി ടെല്ലിംഗാണ് നമുക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയത്. നമ്മൾ ഫസ്റ്റ് സിനിമയിലേക്ക് കോൾ വരുന്നതും അതിനുശേഷം ഫസ്റ്റ് ഹാഫ് കഴിഞ്ഞു, നമ്മൾ സെക്കൻഡ് ഹാഫും കൂടെ കഴിഞ്ഞിട്ടൊന്നിരിക്കാം എന്ന് പറയുന്നു. അപ്പോൾ വിനീതിൻ്റെ ആ കഥ പറച്ചിലിൽ തന്നെ ആ സിനിമയിലേക്ക് ഞാൻ കയറിയിട്ടുണ്ട്. അപ്പോൾ അവിടെ ഒരു നാട്ടിൻപുറത്ത് നിന്ന് ചെന്നൈയിലേക്ക് പോകുന്ന 2 സുഹൃത്തുക്കളുടെ ഒരു കഥയാണ്. അത് സിനിമ റിലേറ്റഡ് ആയിട്ടുള്ളൊരു കഥയായതുകൊണ്ട് നമ്മൾ അതിൻ്റെ കൂടെ തന്നെ യാത്ര ചെയ്ത് പഴയ മദ്രാസിലെത്തി ആ മദ്രാസിയിൽ നിന്നുണ്ടാകുന്ന ചില മുഹൂർത്തങ്ങളിലൂടെ പോവുകയാണ്. മറ്റുള്ള സിനിമ ഇതും തമ്മിലുള്ള വ്യത്യാസം കഥ പറച്ചിലൊരു മാറ്റമുണ്ട്. അത് വിനീത് കഥ പറയുമ്പോൾ ഭയങ്കര നമ്മൾ ആ സിനിമയുടെ കൂടെ യാത്ര ചെയ്യുന്ന പോലെയാണ്. മറ്റുള്ളതൊക്കെ സാധാരണ ഒരു സ്ക്രിപ്റ്റ് അയച്ചു തരും, അപ്പോൾ ആ സ്ക്രിപ്റ്റ് നമ്മൾ വായിക്കും. ചിലത് നരേറ്റ് ചെയ്യുന്നവരുണ്ട്, വളരെ കുറച്ച് പേര് നരേറ്റ് ചെയ്യുന്നുണ്ട്. പക്ഷേ ആ ഒരു ഫ്ലോ കിട്ടുന്നത് എന്താ പറയുക, ഒരു സിനിമ കാണുന്ന പോലെ തന്നെ കഥ പറഞ്ഞ് അതിലേക്ക് എത്തിച്ചിട്ടുണ്ട് വിനീത്. അതാണ് ഏറ്റവും വലിയൊരു ചേഞ്ച്. സ്ക്രിപ്റ്റിനെക്കാട്ടി കൂടുതൽ നിങ്ങൾ തമ്മിലുള്ളൊരു ഇൻട്രാക്ഷൻസ് ഒരുപാട്. ആ സിനിമയ്ക്ക് വേണ്ടിയിട്ട് ഒരുപാട് ചർച്ചകൾ ഉണ്ടായിട്ടുണ്ട് സിനിമയുടെ മുന്നേ, കാസ്റ്റിങ്ങിൽ പോലും. അതേപോലെ എല്ലാ കാര്യത്തിലും നമ്മൾ പരസ്പരം ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. മറ്റുള്ള സിനിമ പോലെയല്ല, ഇതൊരു ടീം വർക്കാണ്. അല്ലെങ്കിൽ എന്താ പറയുക, വിനീത് ശ്രീനിവാസൻ ആൻഡ് ഫ്രണ്ട്സ് എന്ന് എഴുതി കാണിക്കുന്ന പോലെ തന്നെ അത് തന്നെയാണ് ആ സിനിമയുടെ ഒരു ഇത്. എല്ലാവരും അങ്ങനെ തന്നെയാണ് അതിൽ. ഇതിപ്പം ഏത് ചീഫ് ടെക്നീഷ്യൻ മുതൽ താഴെയുള്ള ആൾക്കാർ വരെ ഒരേപോലെ ഒരേ വൈബിലിരിക്കുന്നത്, അല്ലെങ്കിൽ ഒരു ബെഞ്ചിലായിരിക്കുന്നത്. ഒരു ബെഞ്ചിൽ അപ്പുറത്തും ഇപ്പുറത്തും ഇരിക്കുന്നുണ്ട് എന്നുള്ളത്. ഫ്രണ്ട് ബെഞ്ചും ബാക്ക് ബെഞ്ചില്ല, ഒരേ ലെവലിലാണ് ഇരിക്കുന്നത്. അതായത് എനിക്ക് തോന്നുന്നു ക്രൂവിലുള്ള ഒട്ടുമിക്ക പേരും അഭിനയിച്ചിട്ടുണ്ട്. അതെ, സിനിമയിലുള്ള എല്ലാവരും അഭിനയിച്ചിട്ടുണ്ട് എന്ന് തന്നെ പറയണം. അതെ, ക്യാമറയ്ക്ക് പിന്നിൽ എല്ലാവരും അഭിനയിച്ചിട്ടുണ്ട്. ആരും ഇല്ലാത്തതില്ല, ഒരു ഫ്രെയിമിലെങ്കിലും വന്ന് പോയിട്ടുണ്ട്. അങ്ങനെ അതൊരു പുതിയൊരു അനുഭവമാണ്. ചായക്കടയിലും മറ്റുമൊക്കെ നിന്നിട്ട് സിനിമാമോഹമായിട്ട് വന്ന്, അല്ലെങ്കിൽ സിനിമയിൽ എന്തെങ്കിലും ആവണമെന്ന് ആഗ്രഹിച്ചിട്ട് മദ്രാസിലേക്ക് കയറി പോകുന്ന ഒരുപാട് ആളുടെ കഥ കേട്ടിട്ടുണ്ട്. അപ്പോൾ അത് വെച്ചിട്ടാണ് ഞാൻ ഫൈൻ ആർട്സ് കഴിഞ്ഞതും. ഫൈൻ ആർട്സിൽ കഴിഞ്ഞതിന് ശേഷമാണ് സിനിമയിൽ ഇങ്ങനൊരു സാധ്യത ഉണ്ട് എന്നുള്ളത് തിരിച്ചറിയുന്നത്.